ഏവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ അവസാന ക്ലാസ് വരെ നമ്മൾ സംസാരിച്ചത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന രണ്ടാം ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇതിൽ ഏകദേശം നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും ഫിസിക്സിലെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റംസിനെ കുറിച്ചും CGS, FPS, MKS, SI സിസ്റ്റത്തിനെ കുറിച്ചും SI സിസ്റ്റത്തിൽ വരുന്ന ക്വാണ്ടിറ്റീസിനെ കുറിച്ചും നീളം മെഷർ ചെയ്യുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ യൂണിറ്റിനെ കുറിച്ചും which means ഫെർമി, ആങ്സ്ട്രോം, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരലാക്റ്റിക് സെക്കൻഡ് ഇവയെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അതുപോലെ അവസാനമായി പറഞ്ഞു നിർത്തിയത് പാരലാക്സ് ആംഗിൾ അല്ലെങ്കിൽ പാരലാക്സ് മെത്തേഡ് വരെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഏറെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡയമെൻഷൻസ്. സാധാരണ ഡയമെൻഷൻ എന്ന മേഖലയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും വളരെ ഫോക്കസ് ചെയ്ത് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദ്യം വരും. ചില തവണ 5 മാർക്കിന് വരെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ചോദിക്കുന്നത് ഈ ഡയമെൻഷൻ എന്ന ഏരിയയിൽ നിന്നാണ്. നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന ഒരു ഏരിയയാണ് ഡയമെൻഷൻ. നമ്മൾ ഇതുവരെ പഠിക്കാത്ത 10ാം ക്ലാസ് വരെ ഈ മേഖലയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പൊ പുതിയൊരു സെക്ഷനാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ തുടക്കത്തിൽ. എന്നിരുന്നാലും ശ്രദ്ധിച്ചിരുന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നോക്കുക, എന്താ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല. ഡെഫിനിഷൻ ഒന്നും ഒരിക്കലും ചോദിക്കത്തില്ല, ഡയമെൻഷൻ എന്താണെന്നൊന്നും ചോദിക്കത്തില്ല. എന്നിരുന്നാലും പഠിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ ഡയമെൻഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. The expression which shows the relation of a physical quantities with the fundamental quantities. Fundamental quantities എങ്ങനെ physical quantities എങ്ങനെ fundamental quantitiesുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ഡയമെൻഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് എന്നൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അതുപോലെ ലെങ്ത് എന്നൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ടൈം എന്നതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇവകളുടെ ഡയമെൻഷണൽ അല്ലെങ്കിൽ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എല്ലായ്പ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. ഡയമെൻഷൻ എല്ലായ്പ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. അതായത് ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. കൂടാതെ ഉപയോഗിക്കേണ്ടുന്ന ആ സിംബലുകൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക. മാസ് m ആണ്, അതിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തന്നെ സൂചിപ്പിക്കുക. ലെങ്ത് L ആണ്, ടൈം T ആണ്. അപ്പോൾ M, L, T ഈ 3 അടിസ്ഥാനമായി വരുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഏകദേശം 15 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കും. അപ്പൊ അവകളുടെ എല്ലാം എന്തെഴുതാൻ അറിഞ്ഞിരിക്കണം? ഡയമെൻഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 13ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയും അതിന്റെ ഡയമെൻഷനും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ 15 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ്, ചാപ്റ്ററിലെ ടോപ്പിക്കാണ് ഏതെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ ഒരു 10-11 ക്വാണ്ടിറ്റീസ് എഴുതിയിട്ടുണ്ട്. വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഫോഴ്സ്, ഡെൻസിറ്റി, ആംഗിൾ മൊമെന്റം, അതുപോലെ വർക്ക് അല്ലെങ്കിൽ എനർജി, പവർ, പ്രഷർ, ഇങ്ങനെ തുടങ്ങി ഏകദേശം 10ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവകളുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഞാൻ വീണ്ടും പറയുമ്പോൾ 15 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ, ഇപ്പോൾ സപ്പോസ് 4ാമത്തെ ചാപ്റ്റർ പഠിക്കാമെന്ന് കരുതുക. ലാസ്റ്റ് ഓഫ് മോഷൻ എന്നതാണ് 4ാമത്തെ ചാപ്റ്റർ. അത് പഠിക്കുമ്പോൾ അതിലൊരു ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷന്റെ ഫോർമുല അപ്പോൾ തന്നെ എഴുതി നിങ്ങൾ പഠിക്കുക. അത് 1ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡയമെൻഷൻ എന്ന സെക്ഷനിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അങ്ങനെ 6, 7, 8, 9, 10, 15 ചാപ്റ്ററിൽ നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ് പഠിക്കും. ആ ക്വാണ്ടിറ്റീസുകളിൽ ഒക്കെ തന്നെ എന്തും കാണും? ഡയമെൻഷനും കാണും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന ഈ അടിസ്ഥാനമായിട്ട് വരുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് എഴുതാൻ അറിയാമെങ്കിൽ, അത് എഴുതാനുള്ള രീതി മനസ്സിലായി എങ്കിൽ ഈ പറയുന്ന ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി തന്നെ എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, മാസിന്റെ ഡയമെൻഷൻ m ആണ്, ലെങ്തിന്റെ L ആണ്, ടൈമിന്റെ T ആണ്. അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞ വെലോസിറ്റി എന്ന് പറഞ്ഞ വെലോസിറ്റി. ഇപ്പോ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതണമെങ്കിൽ നിങ്ങൾ ആ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫോർമുല മനസ്സിലാക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്.
എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ് വെലോസിറ്റി. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇനി എങ്ങനെ വെലോസിറ്റി ഡയമെൻഷൻ എഴുതി നോക്കി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നീളമല്ലേ, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദൂരമല്ലേ. അപ്പൊ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എഴുതുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L ആണ് ഡിവൈഡഡ് ബൈ ടൈം. ടൈമിന്റെ ഡയമെൻഷൻ ആരാ, അത് T ആണ്. T എഴുതുക. ഓക്കേ, L എന്ന് റെപ്രസെന്റ് ചെയ്ത അതിന്റെ അർത്ഥം L⁻⁴ എന്നാണ്. T എന്ന് റെപ്രസെന്റ് ചെയ്ത അതിന്റെ അർത്ഥം T⁻⁴ എന്നാണ്. അപ്പോ റൈസ് ടു പവർ 1 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാത്തത്, റെപ്രസെന്റ് ചെയ്യാത്തത്. അപ്പൊ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഛേദത്തിനുള്ള T എന്ത് ചെയ്യുക, അംശത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പവർ മൈനസ് ആയിട്ട് മാറും. മൈനസ് ആയിട്ട് മാറിയാൽ T⁻⁻1 ആവും. ഒരുമിച്ച് എഴുതിയാൽ L⁻⁻1. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ മാസ് m ആണ്, ലെങ്ത് L ആണ്, ടൈം T ആണ്, വെലോസിറ്റിയുടേത് L⁻⁻1 ആണ്. പിന്നീട് ഞാൻ ചോദിക്കുമ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അങ്ങനെ എഴുതി കണ്ടുപിടിക്കുന്ന രീതി മറന്നിട്ട് വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻1 ആണ് എന്ന് പെട്ടെന്ന് പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, എത്താം. അടുത്ത രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. സ്പീഡുമായി ബന്ധപ്പെട്ട് ഡയമെൻഷൻ എങ്ങനെ എഴുതുന്നു നോക്കിയേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, അത് ദൂരം ബൈ സമയമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഈക്വൽ അല്ലേ. അപ്പൊ എന്തെന്ന് എഴുതാം, L എന്ന് എഴുതാം. ടൈം ആരാ, ടൈം T ആണ്. ഈ ഡിനോമിനേറ്ററിലുള്ള T ന്യൂമറേറ്ററിൽ വരുമ്പോൾ പവർ -1 ആവും. ചേർത്ത് എഴുതുമ്പോൾ L⁻⁻1 എന്ന് കിട്ടും. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻1 ആണ്. സ്പീഡിന്റെ L⁻⁻1 ആണ്. കിട്ടുന്ന രീതി എങ്ങനെയാണെന്നാ പറയണത്. അവസാനത്തെ ഡയമെൻഷണൽ ഫോർമുല മാത്രം വൈഹാട്ടി വെച്ചിരിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഡയമെൻഷണൽ ഫോർമുല പറയുമ്പോൾ MLT എന്ന ഫോമിലാണ് വരേണ്ടത്. ഇതൊരു റൂളാണ്. അപ്പൊ ഇവിടെ L⁻⁻1 ആണ്. എമ്മിന് പവർ ഇല്ല. മീൻസ് അവിടെ പവർ 0 ആണ്. എന്ന് പറഞ്ഞാൽ M0 L⁻⁻1 ആണ് സത്യത്തിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ. M0 ഒന്നായതുകൊണ്ട് എന്ത് എഴുതിയാലും മതി, L⁻⁻1 എന്ന് എഴുതിയാലും മതി. അപ്പോ വെലോസിറ്റിക്ക് L⁻⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ M0 L⁻⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യും. സാധാരണയായിട്ട് ഒരു എളുപ്പ രീതി എന്ന നിലയ്ക്ക് L⁻⁻1 എന്ന് മാത്രമാണ് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ റൂള് M0 L⁻⁻1 എന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, L⁻⁻1 അല്ലേ, എമ്മിന്റെ ടൈം ഇല്ല. അപ്പോൾ M0 L⁻⁻1 എന്നത് എഴുതാം -1. അപ്പൊ ആദ്യ രണ്ട് ക്വാണ്ടിറ്റിയും അവയുമായി ബന്ധപ്പെട്ട് എന്ത് പഠിച്ചു, ഡയമെൻഷനും പഠിച്ചു. അടുത്ത മൂന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എങ്ങനെയാ ചെയ്യുന്നത്, ആക്സിലറേഷൻ മീൻസ് ആക്സിലറേഷൻ മലയാളത്തിൽ നമ്മൾ ത്വരണം എന്നറിയുന്നത്. 10ാം ക്ലാസ് വരെ നമ്മൾ ത്വരണം എന്നാണ് പഠിച്ചത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. നമുക്ക് പഠിച്ചതിന്റെ ഡയമെൻഷൻ എഴുതാം. വെലോസിറ്റി എമ്മിന്റെ ടൈം ഇല്ലല്ലോ, M0 L⁻⁻1. സ്പീഡ് M0 L⁻⁻1. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ നിങ്ങൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക, ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ ചെയ്യുക. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഏതാ, M0 L⁻⁻1 ആണ്. അതിന് L⁻⁻1 എന്ന് എഴുതിയാലും മതി. അപ്പൊ എങ്ങനെ എഴുതാം, L⁻⁻1 ഡിവൈഡഡ് ബൈ ടൈം ആരാ, അത് ടൈം T ആണ്. T⁻⁻1 ആണ്, T കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ. ഡിനോമിനേറ്ററിലുള്ള T എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പവർ T⁻⁻1 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ L⁻⁻1 കൊണ്ട് ഈ T⁻⁻1 മുകളിലേക്ക് വരും. T⁻1 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ T⁻⁻1 ആവും. ഒരുപോലുള്ള ക്വാണ്ടിറ്റികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ A⁻m × A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n ആണ്. ഒരു സംഖ്യ അല്ലെങ്കിൽ A⁻m × A⁻n എന്ന ഫോമിൽ വന്നാൽ
ആ നമ്പർ എഴുതാമോ അല്ലെങ്കിൽ ആ സംഖ്യ എഴുതാമോ അത് എഴുതിയിട്ട് പവറിൽ ആഡ് ചെയ്യുക, m പ്ലസ് എന്ന് എഴുതുക. ഇവിടെ ആണെങ്കിൽ ഇത് t⁻⁻1 into t⁻⁻7 എന്ന് പറഞ്ഞാൽ t⁻⁻1 plus t⁻⁻1 ആണ്. അത് t⁻⁻2 ആണ് അല്ലേ? അപ്പോൾ lt⁻⁻2. m ന് പവർ ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ എഴുതാം? m0 lt⁻⁻2. ഇനി നിങ്ങൾ വെറുതെ lt⁻⁻2 എന്ന് പറഞ്ഞാൽ ആൻസർ ശരിയാണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ കിട്ടി, അത് m0 lt⁻⁻2 ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഔട്ടില്ലല്ലോ, വെലോസിറ്റിയുടെ എഴുതുക, ബൈ ടൈം ചെയ്യുക, ഇതിനെ ഇവിടെ കൊണ്ടുവരിക, ഒരുപോലെ ഉള്ളത് ചെയ്തെഴുതുക. m ന് പവർ ഇല്ലാത്തത് കൊണ്ട് m0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. അടുത്ത കാര്യമാണ് ഫോഴ്സ്. ഈ പറയുന്ന ക്വാണ്ടിറ്റി, ഏതൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതാനും ആ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ സമവാക്യം അറിഞ്ഞിരിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓരോ ക്വാണ്ടിറ്റി, ഇപ്പോൾ സാധാരണ ഈ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ ഇതിന്റെയൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നത് lt⁻⁻1 ആണ്, lt⁻⁻2 ആണ്. ഓക്കെ, അടുത്ത ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എങ്ങനെ ചെയ്യും? മാസിന്റെ ഡയമെൻഷൻ ഓൾറെഡി നമുക്ക് അറിയാം, m ആണ്. മാസിന്റെ ഡയമെൻഷൻ m ആണ്. അതുപോലെ ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഓൾറെഡി നമുക്ക് അറിയാം, lt⁻⁻2 ആണ്. lt⁻⁻2. നീ m0 lt⁻⁻2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കാര്യം m0 ഓൾറെഡി ഒന്നാണല്ലോ. ഒരു സംഖ്യ ⁻0 എന്ന ആൻസർ 1 ആയി. അപ്പോൾ ഇത് ചേർത്തെഴുതുമ്പോൾ ആൻസർ mlt⁻2 എന്ന് കിട്ടും, -2 എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mlt⁻2 ആണ്. ഓക്കെ, ഫോഴ്സ് എങ്ങനെയാണ് മനസ്സിലായ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിന്റെ ഡയമെൻഷൻ m ആണ്, ആക്സിലറേഷൻ lt⁻2 ആണ്. ഇത് സാധാരണ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോൾ ചേർത്ത് എഴുതുക mlt⁻2. അടുത്ത ക്വാണ്ടിറ്റി ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ സമവാക്യം അറിഞ്ഞിരിക്കുക. ഡെൻസിറ്റിയുടെ സമവാക്യം മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി സമം മാസ് ബൈ വോളിയം. മാസിന്റെ ഡയമെൻഷൻ അറിയാം, അത് m ആണ്. വോളിയം മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. മൂന്നും ദൂരമാണ്, ദൂരത്തിന്റെ ഡയമെൻഷൻ l ആണ്. അപ്പൊ l ഇൻറ്റു l എന്ന് പറഞ്ഞാൽ അത് l³ ആണ്. ഡിനോമിനേറ്ററിലുള്ള l³ ന്യൂമറേറ്ററിലേക്ക് വരും, അപ്പോൾ റൈസ് ടു പവർ മൈനസ് ആയി മാറും, m ഇൻറ്റു l⁻⁻3. ടിയുടെ ടേം ഇല്ലല്ലോ, അപ്പൊ t⁻⁻2 എന്തെന്ന് എഴുതാം? ഇതുവരെ എഴുതിയാൽ മതി, ശരിയാണ്. ടിയുടെ പവർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ml⁻⁻3 t⁻0 എന്ന് എഴുതും. അപ്പോൾ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml⁻⁻3 t⁻0. വീണ്ടും ഞാൻ പറയുവാണ്, t⁻0 എഴുതിയില്ല, ഇതുവരെ എഴുതിയാലും ആൻസർ ശരിയാണ്. അതിന്റെ ഒരു രീതി mlt എന്നൊരു ഫോമിലാക്കി എഴുതുക എന്നുള്ളതാണ്. അടുത്ത കാര്യമാണ് ആംഗിൾ. ആംഗിൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ആംഗിൾ പഠിപ്പിച്ചപ്പോൾ, പാരലാക്സ് മെത്തേഡ് പഠിപ്പിച്ചപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ എന്തെന്ന് പഠിപ്പിച്ചു? റേഡിയസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പഠിപ്പിച്ചു. ആർക്ക് ബൈ ലെങ്ത് എന്ന് പഠിപ്പിച്ചു. നോക്കിക്കേ, ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാണ്, നീളമാണ്. നീളത്തിന്റെ ഡയമെൻഷൻ ഇല്ല. ഇപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അംശം ചെയ്യണം, ഇതിൽ ഒരുപോലെ വന്നാൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു. ഇവിടെ L ആണ്, ഇവിടെ L ആണ്, ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ആംഗിളിൽ എന്തില്ല? യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. സോറി, നോ ഡയമെൻഷൻ. യൂണിറ്റ് ഇല്ലാന്നല്ല, ഡയമെൻഷൻ ഇല്ല. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ആംഗിൾ പ്ലെയിൻ ആംഗിൾ ആണ് എങ്കിലും സോളിഡ് ആംഗിൾ ആണ് എങ്കിലും സ്റ്റിറേഡിയനും റേഡിയനും സ്റ്റിറേഡിയനും. ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല? നോ ഡയമെൻഷൻ. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കും? യൂണിറ്റ് ഉള്ളതും ഡയമെൻഷൻ ഇല്ലാത്തതുമായ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല, അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റിയാണ് ഏതെന്ന് പറഞ്ഞാൽ ആംഗിൾ. എന്നാൽ തിരിച്ചു വരത്തില്ല, ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റ് ഇല്ല, അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാകത്തില്ല. യൂണിറ്റ് ഉണ്ടാവുകയും ഡയമെൻഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഏതെന്ന് പറഞ്ഞാൽ ആംഗിൾ. അപ്പൊ ആംഗിൾ എന്ന ക്വാണ്ടിറ്റിക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്നതിന് നമ്മൾ പറയുന്നത് ഡയമെൻഷൻ ലെസ് എന്നാണ്. ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റിയാണ് ഏതെന്ന് പറഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്നത്.
അടുത്ത ക്വാണ്ടിറ്റിയാണ് മൊമെന്റം. ഇതൊക്കെ ഓരോ ചാപ്റ്ററിലായി നമ്മൾ പഠിക്കും കേട്ടോ. മൊമെന്റം ഒക്കെ നമ്മൾ പഠിക്കുന്നത് 4-5 ചാപ്റ്റർ, 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിലൊക്കെയാണ് നമ്മൾ മൊമെന്റത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമ്മളത് ഡയമെൻഷൻ പഠിക്കാൻ വേണ്ടി അതിലേക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. മൊമെന്റം ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ എഴുതുക. മാസിന്റെ ഡയമെൻഷൻ m ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Lt⁻⁻1 ആണ്. m0 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. എഴുതുമ്പോൾ Lt⁻⁻1 ചേർത്ത് എഴുതിയാൽ mLt⁻⁻1. ഓക്കേ, മൊമെന്റത്തിന്റെ ഡയമെൻഷൻ mLt⁻⁻1. ഡൗട്ട് ഒന്നും. അടുത്ത വർക്ക് അല്ലെങ്കിൽ എനർജി. വർക്ക്, എനർജി, ഹീറ്റ് ഇവയ്ക്കൊക്കെ സെയിം ഡയമെൻഷൻ ആണ്. ഒരുപോലെ ഡയമെൻഷൻ വരുന്ന കുറെ ക്വാണ്ടിറ്റി എഴുതാൻ പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ വർക്ക് എഴുതുക, എനർജി എഴുതുക, ഹീറ്റ് എഴുതുക. ഇതൊക്കെ തന്നെ ഒരേ ഡയമെൻഷൻ ഉള്ളതാണ്. അപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ അറിയുക. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ വർക്ക് എനർജി പവർ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നമ്മൾ ഈ വർക്കിനെ കുറിച്ച് പഠിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു, ആദ്യം ഒരു വർക്കാണ് ഇങ്ങോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഡയമെൻഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ mLt⁻⁻2 ആണ്. ഫോഴ്സ് mLt⁻⁻2 ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നീളമാണ്, നീളത്തിന്റെ L. അപ്പോൾ mLt⁻⁻2 ഇൻറ്റു L എന്ന് വരും. ചെയ്യുമ്പോൾ ആൻസർ mL²t⁻⁻2